ആദിൽ അസീസ് നീതിയും ന്യായത്തിൻ്റെയും കാവലായി ജനസേവനത്തിന് നാളെ ജോയിൻ ചെയ്യുകയാണ് സിവിൽ പോലീസ് ഓഫീസറായിട്ട്. വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു പോലീസ് ചേരുക എന്നുള്ളത്. ജോലി കിട്ടി. കൂടാതെ 5 വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും പാസ്സായിട്ടുണ്ട്. എക്സൈസിന് പാസ്സായിട്ടുണ്ട്, IRBക്ക് പാസ്സായിട്ടുണ്ട്. വീണ്ടും ഇപ്പം നടന്ന റിസൾട്ടിനകത്ത് സിവിൽ പോലീസ് ഓഫീസറായിട്ട് വീണ്ടും പാസ്സായിട്ടുണ്ട്. അതുപോലെ SIയുടെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. പിന്നെ ഫയർമാൻ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഇപ്പം കിട്ടിയ ജോലി കൂടാതെ 5 ടെസ്റ്റിനൂടെ പാസ്സായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ കൂട്ടുള്ള കുട്ടികൾ വേണം സേനയിൽ കയറാൻ. കാരണം എപ്പോഴും ഒരു അർപ്പണബോധത്തോടെ, തീർച്ചയായും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ ആദിൽ അസീസിനുണ്ട്. സത്യസന്ധരായ ഒരു വ്യക്തിയാണ്. ആ സത്യസന്ധത ഈ ജോലിയിലും കാണും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ കുട്ടികളൊന്നും അങ്ങനെ തെറ്റ വഴിക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. നീതി ദേവതയുടെ കവർക്കാനാണ്, അതുപോലൊക്കെ ജനസേവ സേവിക്കാൻ കിട്ടിയ അവസരമാണ്. തീർച്ചയായും ദൈവം നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് പാസിങ് ഔട്ടായി നല്ല പ്രൊമോഷനൊക്കെ വാങ്ങിയിട്ട് ഉയർന്ന ജോലി വരെ എത്തട്ടെ. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് SIയുടെ ടെസ്റ്റ് എഴുതാൻ പോകുന്നുണ്ട്. ആ ടെസ്റ്റിലും നല്ല വിജയം കൈവരിക്കും എന്നാണ്. വിജയം കൈവരിക്കണം, കാരണം ദൈവം എവരുടെ കൂടെ നിൽക്കണം. 3 പേരാണ് CPO ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത്. 1 ആദിൽ അസീസ്, 2 വിഷ്ണു, 3 മുഹമ്മദ് തസീം. വിഷ്ണു ഗുരുവായൂർ പോയിരിക്കുകയാണ്, അത് വന്നില്ല. മറ്റേ മലപ്പുറത്താണ്, മലപ്പുറത്തെ ദൂരമുണ്ട്, അതുകൊണ്ട് വിളിച്ചില്ല. ഇവർ 3 പേരും നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, പെട്ടെന്ന് ജോലി കിട്ടി. തസീബാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4 വർഷത്തോളം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് തന്നെ 3 വർഷത്തോളമായി. ജോലി കിട്ടി, വളരെ സന്തോഷം. 3 പേരും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരട്ടെ. ദൈവം അതിനുള്ള ശക്തി അവർക്ക് കൊടുക്കട്ടെ, ബുദ്ധി കൊടുക്കട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കട്ടെ.